സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം വോട്ടാക്കി മാറ്റണമെന്ന കണക്കുകൂട്ടലുമായി പിണറായി സർക്കാർ. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട മുഴുവൻ കുടിശ്ശികയും നൽകാനാണ് സർക്കാർ നീക്കം. ക്ഷേമ പെൻഷൻ പൂർണ്ണമായും നൽകിയ സർക്കാർ എന്ന പ്രചരണം ശക്തമാക്കാനാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് മെയ് മാസം 2 മാസത്തെ കുടിശ്ശിക തീർക്കാനുള്ള തിരക്കിട്ട ശ്രമം നടക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് മുൻപിൽ സർക്കാരിനെ വിലയിരുത്താൻ ഒരു വേദി കൂടി എത്തുകയാണ്. നിരവധി അഴിമതി ആരോപണങ്ങൾ, ശമ്പള കുടിശ്ശിക, ക്ഷേമ പെൻഷൻ നൽകുന്നതിലെ വീഴ്ച, ഭരണമുരടിപ്പ് ഉൾപ്പെടെ വിലയിരുത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മുഖം രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് സർക്കാർ ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമാണ് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം. 5 മാസത്തെ കുടിശ്ശിക വന്നിരുന്ന ക്ഷേമ പെൻഷനുകൾ നൽകുകയാണ് ആദ്യപടി. അതിൽ 2 മാസത്തെ ക്ഷേമ പെൻഷൻ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു. ശേഷിക്കുന്ന 3 മാസത്തേത് തദ്ദേശ ഇലക്ഷന് മുൻപ് നൽകാനാണ് നീക്കം. വിഷുവിന് കുടിശ്ശികയുടെ ഒരു ഗഡു നൽകാൻ ആലോചിച്ചിരുന്നുവെങ്കിലും സാമ്പത്തിക ഞെരുക്കം മൂലം നടന്നില്ല. ആ ഗഡു മെയ് മാസത്തിൽ നൽകും. ഓണത്തിനും തദ്ദേശ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപും ഓരോ ഗഡുകൾ നൽകുന്നതോടെ കുടിശ്ശിക തീർത്ത് വോട്ടർമാർക്കിടയിൽ നിന്ന് പ്രീതി പിടിച്ചുപറ്റാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇതിനു പിന്നിലുള്ളത്. ഇതോടെ ക്ഷേമ പെൻഷൻ പൂർണ്ണമായും നൽകിയ സർക്കാർ എന്ന പ്രചാരണം ശക്തമാക്കുകയാണ് ശ്രമം. എങ്കിലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി വിവാദം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. ജനം, തിരുവനന്തപുരം.